നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളിലെ നിയമങ്ങൾ സുതാര്യവും എന്നാൽ അത്യന്തം കർക്കശവുമാണ്. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നിയമലംഘനം നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്നത് പ്രവാസികൾക്ക് ഒരു വലിയ മുന്നറിയിപ്പാണ്. സൗദി അറേബ്യയിൽ സമീപകാലത്ത് വധശിക്ഷ നടപ്പാക്കുന്നതിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. 2025 മാത്രം ഇതുവരെ രേഖപ്പെടുത്തിയ കണക്കുകൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കടുത്ത നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമായ സൗദിയിൽ മയക്കുമരുന്ന് കടത്ത്, കൊലപാതകം, ഭീകരവാദം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കാണ് പ്രധാനമായും വധശിക്ഷ നൽകുന്നത്. നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായാണ് ഇത്തരം നടപടികളെന്ന് അധികൃതർ വ്യക്തമാക്കുമ്പോഴും ശിക്ഷാവിധികളിലെ തീവ്രതയും സുതാര്യതയും സംബന്ധിച്ച് വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് വിദേശ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ കർശന നിയമങ്ങളുടെ പരിധിയിൽ വരുന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. മക്ക മേഖലയിൽ കൊലപാതക കുറ്റത്തിന് 3 പേരെ കൂടി വധിച്ചതോടെ എണ്ണം 340 എത്തിയത് ആണ് ഏറ്റവും പുതിയ വിവരം. സൗദി അറേബ്യയിൽ നടപ്പിലാക്കുന്ന ഭൂരിഭാഗം വധശിക്ഷകളും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിലാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. 340 വധശിക്ഷകളിൽ 232 എണ്ണവും മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടവയാണ്. 2023 മുതൽ രാജ്യം ശക്തമാക്കിയ മയക്കുമരുന്നിനെതിരായ യുദ്ധമാണ് ഈ വർധനവിന് പ്രധാന കാരണം. മയക്കുമരുന്ന് കേസിൽ വധശിക്ഷ നൽകുന്നത് സൗദി കുറച്ചുകാലം നിർത്തിവെച്ചിരുന്നെങ്കിലും 2022 അവസാനത്തോടെ ഇത് വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര വിപണിയിലെ ക്യാപ്റ്റഗൺ ഉൾപ്പെടെയുള്ള ഉത്തേജക മരുന്നുകളുടെ കള്ളക്കടത്ത് തടയാൻ സൗദി കർശനമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. പരിശോധനയുടെ ഭാഗമായി അതിർത്തികളിലും ഹൈവേകളിലും പോലീസ് പരിശോധനകൾ വർദ്ധിപ്പിക്കുകയും വൻതോതിൽ മയക്കുമരുന്ന് ഗുളികകൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങളിൽ 3-ാം സ്ഥാനമാണ് സൗദി അറേബ്യയ്ക്കുള്ളത്. ചൈനയും ഇറാനുമാണ് മുന്നിലുള്ളത്. 1990-കളിൽ കണക്കുകൾ രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷം രാജ്യം ഏറ്റവും കൂടുതൽ വധശിക്ഷകൾ നടപ്പിലാക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ സൗദി കടന്നുപോകുന്നത്. അതേസമയം മനുഷ്യാവകാശ സംഘടനകൾ സൗദി അറേബ്യയുടെ ഈ നടപടിയെ ശക്തമായി അപലപിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും അക്രമാസക്തരായ കുറ്റവാളികളല്ലെന്നും മയക്കുമരുന്ന് കാരിയർമാരായി പ്രവർത്തിച്ച വിദേശികളാണെന്നുമാണ് അവർ പറയുന്നത്. കൂടാതെ മനഃപൂർവ്വമായ കൊലപാതകങ്ങൾക്ക് മാത്രമേ വധശിക്ഷ നൽകാവൂ എന്ന അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാണിതെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ വാദിക്കുന്നുണ്ട്. അതേസമയം രാജ്യത്തെ ക്രമസമാധാനം നിലനിർത്താൻ ഇത്തരം കടുത്ത ശിക്ഷകൾ അത്യാവശ്യമാണെന്നാണ് സൗദി അധികൃതരുടെ നിലപാട്. എല്ലാ നിയമപരമായ നടപടികൾക്കും അപ്പീൽ നൽകാനുള്ള അവസരങ്ങൾക്കും ശേഷം മാത്രമാണ് ശിക്ഷ നടപ്പാക്കുന്നതെന്നും അധികൃതർ പറയുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ നിയമവ്യവസ്ഥയെക്കുറിച്ചുള്ള അറിവില്ലായ്മ പ്രവാസികളെ വലിയ അപകടങ്ങളിലേക്കാണ് നയിക്കുന്നത്. പലപ്പോഴും സ്വന്തം രാജ്യത്തെ നിയമങ്ങളുമായി ഗൾഫ് നിയമങ്ങളെ താരതമ്യം ചെയ്യുന്നത് വലിയ പിഴവുകൾക്ക് കാരണമാകുന്നുണ്ട്. മയക്കുമരുന്ന് കേസുകളിലും സൈബർ കുറ്റകൃത്യങ്ങളിലും അറിയാതെ പോലും ഉൾപ്പെടുന്നത് വധശിക്ഷ വരെയുള്ള കടുത്ത നടപടികൾക്ക് കാരണമായേക്കാം. അതിനാൽ പ്രവാസികൾ ഓരോ രാജ്യത്തെയും നിയമത്തെക്കുറിച്ച് കൃത്യമായ അവബോധം പുലർത്തേണ്ടത് അനിവാര്യമാണ്. നിയമസഹായ സംവിധാനങ്ങളുടെ കുറവും ഭാഷാപരമായ തടസ്സങ്ങളും പലപ്പോഴും പ്രവാസികൾക്ക് വിനയാകുന്നുണ്ട്. ബോധവൽക്കരണ പരിപാടികളിലൂടെയും നിയമപരമായ ജാഗ്രതയിലൂടെയും മാത്രമേ ഇത്തരം ദാരുണമായ സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കൂവെന്ന് ഈ റിപ്പോർട്ടുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ പലപ്പോഴും പ്രവാസികളെ നിയമക്കുരുക്കിൽ എത്തിക്കാറുണ്ട്. അതിനാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപും അവിടെ എത്തിയ ശേഷവും അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വ്യക്തമായ അവബോധം ഉണ്ടാക്കിയെടുക്കണം. എംബസികളുടെയും പ്രവാസി സംഘടനകളുടെയും നേതൃത്വത്തിൽ നിയമസഹായങ്ങളും ബോധവൽക്കരണ പരിപാടികളും കൂടുതൽ ഊർജിതമാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത് ഒഴിവാക്കാനും പ്രവാസി സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഗൾഫ് നിയമങ്ങളോടുള്ള ആദരവും മുൻകരുതലും പ്രവാസ ജീവിതത്തിൽ കൂടിയേ തീരൂ. സൗദിയിലെ റിപ്പോർട്ടുകൾ നൽകുന്നത് അത്തരമൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.